സഹിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷം. ഓരോ തവണയും അദ്ദേഹം തെരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോ ഹരിപ്പാട്ടുകാരുടെ മുന്നിൽ വന്ന് അതീവ വിനയാന്യുതനായി മുതല കണ്ണുനീരൊഴുക്കി ചില ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം ഇതെന്റെ അവസാന തെരഞ്ഞെടുപ്പാണ്, ഇനി ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇല്ല എന്ന് പോലും പറഞ്ഞ് വോട്ട് തേടി പോയിട്ടുള്ള ഒരാളാണ്. വ്യക്തിപരമായ പരാമർശങ്ങൾ അധിക്ഷേപത്തിന് മുതിരുകയല്ല. പക്ഷേ അദ്ദേഹം ഈ മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഭൂരിപക്ഷ സമുദായത്തിന്റെ പിന്തുണ തേടിയാണ് നേതാവായത്. നിങ്ങൾ കാണാം, വേലായുധ സ്വാമിയുടെ തൃപ്പൂത്ത് ക്ഷമിക്കണം നമ്മളുടെ കാവടിയാട്ടം തൈപ്പൂയം വരുമ്പോ അദ്ദേഹം കാവടി എടുക്കും. ആ കാവടിയെ പോലും അവഹേളിക്കുന്ന തരത്തിലാണ് കാവടി എടുത്തത്. നിങ്ങൾ കണ്ടിട്ടുണ്ട്, ആ വിഷയമൊക്കെ ഉണ്ട്, ഞാനത് പോകുന്നില്ല. പക്ഷേ ഈ സമുദായത്തിന്റെ സമൂഹത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് വോട്ടു തേടി അദ്ദേഹം യഥാർത്ഥത്തിൽ എന്താ ചെയ്തത്? നാട്ടുകാർക്ക് നല്ലതൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ആരാണോ അദ്ദേഹത്തെ നേതാവാക്കിയത് ആ സമുദായത്തെ സ്ലോ പോയിസണിങ്ങിന് വിധേയമാക്കുന്ന ഒരു മാരക വിഷമായിട്ടാണ് അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. നമ്മളുടെ അമ്മമാര് സഹോദരിമാര് ക്ഷേത്രത്തിൽ പോകുന്നത് തങ്ങൾ ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങളടക്കമുണ്ട്, കുഞ്ഞു സഹോദരിമാരുണ്ടെങ്കിലും ഞാൻ പറയാതെ എനിക്ക് തരമില്ല. അല്ലെ, നമ്മളുടെ അമ്മമാര്, നമ്മുടെ പെങ്ങന്മാര്, നമ്മുടെ പെൺമക്കള് ഉടുത്തൊരുങ്ങിയ അമ്പലത്തിൽ പോകുന്നത് തങ്ങൾ വഴിവിട്ട കാര്യങ്ങൾക്ക് തയ്യാറാണ് എന്ന് സമൂഹത്തെ അറിയിക്കാനാണ് എന്ന് പച്ചക്കെഴുതിയ വഷളൻ മീശ എന്ന് പറയുന്ന നോവൽ കേരളം മുഴുവൻ വലിയ പൊട്ടിത്തെറിക്ക് കാരണമായി. കേരളത്തിലെ ഹൈന്ദവ സഹോദരികളെ അപമാനിച്ച ഒരു നോവൽ. ഇങ്ങനെ ഇത്രയേറെ, എനിക്ക് തോന്നുന്നു മുഗൾ കാലഘട്ടത്തിൽ പോലും കശ്മീർ പണ്ഡിറ്റുകൾക്ക് 90കളിൽ നേരിടേണ്ടി വന്ന ശാരീരിക വിഷമതകളെ പോലും അപ്രസക്തമാക്കുന്ന മാനസിക വ്യഥയ്ക്കാണ് അതിടയാക്കി. നമ്മുടെ അമ്മമാര്, നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ അമ്പലത്തിൽ പോകുന്നത് തങ്ങൾ കിടക്ക പങ്കിടാൻ തയ്യാറാണ് എന്ന സന്ദേശം സമൂഹത്തിന് നൽകാനാണ് എന്ന് പച്ചക്കെഴുതിയ നോവലാണ് മീശ. കേരളത്തിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായി. ആ നോവലിസ്റ്റ് അത് പിൻവലിക്കാൻ തയ്യാറായി, താൻ മാപ്പ് പറയാൻ തയ്യാറായി രംഗത്തേക്ക് വന്നപ്പോ എന്റെ സ്വന്തം ചിലവിൽ അത് പ്രിന്റ് ചെയ്ത് കേരളം മുഴുവൻ എത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഈ ഹരിപ്പാട്ടെ MLA ആയി. നമ്മൾ ആലോചിച്ചു, കേരളത്തിലെ ഒരു മതമൗലികവാദികളും അങ്ങനെ പറഞ്ഞിട്ടില്ല. എക്കോ പറയാൻ പറ്റേ കേരളത്തിലെ SDP പറഞ്ഞില്ല, പോപ്പുലർ ഫ്രണ്ടുകാരൻ പറഞ്ഞില്ല, താലിബാൻ അനുകൂലികളായ നിരവധി ആൾക്കാർ ഇവിടെയുണ്ട്. അവരുടെ ആരുടെ കയ്യിൽ നിന്നും ഇത്രയേറെ വഷളത്വം കേരളത്തിലെ പൊതുസമൂഹത്തിന് മുൻപാകെ ഉണ്ടായിട്ടില്ല. ഈ MLA പറയുകയാണ്, എന്റെ സ്വന്തം ചിലവിൽ ഞാൻ ആ നോവൽ അടിച്ച്, എന്റെ മകന് പബ്ലിഷിംഗ് കമ്പനിയുണ്ട്, എന്റെ മകന്റെ പബ്ലിഷിംഗ് കമ്പനിയുടെ ചെലവിൽ ഞാൻ ലോകം മുഴുവൻ അത് എത്തിക്കുമെന്ന് പറഞ്ഞ വഷളനാണ് MLA എന്ന് നമ്മൾ മറന്നു പോകരുത്. കേരളത്തിലെ ഈ ഹരിപ്പാട്ടെ ഹൈന്ദവ സമൂഹം വോട്ട് ചെയ്തിട്ടാണ് ഈ മാന്യൻ നേതാവായി നടക്കുന്നത്. ആ പാല് തന്ന കൈക്ക് കൊത്തുന്ന കൊടിയ മൂർഖൻ ബാബന് ശ്രീമാൻ രമേശ് ചെന്നിത്തലയെക്കാട്ടിൽ വിഷം കുറവാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ സമാജത്തിനെ കാർന്നു തിന്നുന്ന ഒരു സ്ലോ പോയിസൺ ആയിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു. ആരുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയാണത് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ കഴിഞ്ഞ മാസമാണ് മഹാകുംഭമേള നമ്മളുടെ മലപ്പുറത്ത് നടന്നത്. കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന്റെ നൂറ്റാണ്ടുകളായുള്ള പ്രതീക്ഷയായിരുന്നു അന്ന് സഫലമായത്. 921 മലബാർ കൂട്ടക്കലയ്ക്കൊക്കെ ശേഷം നിന്നുപോയ ഒരു ചരിത്ര സംഭവത്തെ നമ്മുടെ ചെറുപ്പക്കാർ, ആധുനിക തലമുറ, ആത്മാഭിമാനമുള്ള തലമുറ അതിനെ പുനരുജ്ജീവിപ്പിച്ചപ്പോൾ ആ വേദിയിലേക്കൊന്ന് പോകാൻ, ആ വേദിയിൽ ചെന്ന് അതിനൊരു അഭിവാദ്യം
തയ്യാറാകാത്തവർ, ക്ഷേത്രങ്ങളുടെ ഏതെങ്കിലും ഒരു പരിപാടികൾക്ക് സാംസ്കാരിക സമ്മേളനം എന്ന് പേരിട്ട് വിളിച്ചാൽ അല്ലാതെ വരാൻ തയ്യാറാകാത്തവർ, ഈ രാഷ്ട്രത്തെ 2047 ആകുമ്പോ ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ, ജമായത്തെ ഇസ്ലാമിയുടെ വേദിയിൽ പോയി അവർക്ക് ചങ്ങാത്തം കൂടുന്നതിന് യാതൊരു വിഷമവുമില്ല, അതിൽ യാതൊരു കുറ്റബോധവുമില്ല. ഹിന്ദു സമ്മേളനത്തിൽ പങ്കെടുത്താൽ, മാമാങ്കത്തിൽ പങ്കെടുത്താൽ താൻ വർഗീയവാദിയായി പോകുമെന്ന ഭയം കൊണ്ട് കപട മതേതരത്വത്തിന്റെ മുഖം മൂടി അണിയിച്ച് നമ്മെ ഓരോരുത്തരെയും അവർ വഞ്ചിക്കുക. പക്ഷെ അവർക്ക് ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന് പ്രഖ്യാപിച്ച SDPIയോട്, പോപ്പുലർ ഫ്രണ്ടിനോട്, ജമാഅത്തെ ഇസ്ലാമിയോട് ചങ്ങാത്തം കൂടുന്നതിന് യാതൊരു ഉളുപ്പുമില്ല. എന്താ നമ്മളിതിന് പറയേണ്ടത്? ഇങ്ങനെ ഒരാൾ നമ്മളുടെ ചിലവിൽ ഇവിടെ നിന്ന് ജയിച്ചു പോകണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഹരിപ്പാട്ടെ പ്രബുദ്ധരായ ജനതയാണ്. നമ്മളെല്ലാ മുസ്ലിങ്ങളും വർഗീയവാദികളാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. എത്രയോ മാന്യന്മാരായ, എത്രയോ സമാധാനകാംക്ഷികളായ, രാഷ്ട്രസ്നേഹികളായ മുസ്ലിം സഹോദരങ്ങൾ നമുക്കിടയിലുണ്ട്. ആരോടും ഇവർക്ക് ചങ്ങാത്തമില്ല. ഇവരുടെ ചങ്ങാത്തം സിറിയയിൽ ബോംബ് പൊട്ടിച്ചാകുന്ന, ഇറാനിൽ സ്ഫോടനത്തിൽ മരിക്കുന്ന, അഫ്ഗാനിൽ നിരപരാധികളെ കൊന്നൊടുക്കുന്ന മതതീവ്രവാദികളോടാണ് ഇവർക്ക് ചങ്ങാത്തം. ഈ ചങ്ങാത്തിന്റെ കേരളത്തിന്റെ മുഖ്യ ഇടനിലക്കാരനാണ് ഹരിപ്പാട്ടുകാരനായ ഈ MLA എന്ന് നാം മറന്നു പോകരുത്. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണ്. കേരളത്തിലെ മതതീവ്രവാദികളെ ചങ്ങലക്കിടാൻ, കൂച്ചുവിലങ്ങിടാൻ ചെറുവിരലനക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. എന്ന് മാത്രമല്ല, ഇവര് പങ്കെടുക്കുന്ന വേദികളിൽ പോയി, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന അമ്മമാരെയും സഹോദരിമാരെയും അവഹേളിച്ച ആൾക്ക് പരസ്യമായി പിന്തുണ കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തു. ഞാൻ അദ്ദേഹം ഇവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ പൊള്ളത്തരത്തെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. ഓരോ ദിവസങ്ങളായി നമ്മളത് ഇനി കാണാൻ പോവുകയാണ്. ഏറ്റവും വലിയ ഒരു സ്മാരകമാണ് ഇവിടുത്തെ കുടിവെള്ള പദ്ധതി. ഹരിപ്പാട് നഗരസഭയ്ക്കും സമീപ പ്രദേശങ്ങളിലെ 3 പഞ്ചായത്തുകളിലെയും 10,000-കണക്കിന് വരുന്ന മനുഷ്യർക്ക് കുടിവെള്ളം കൊടുക്കാൻ വേണ്ടി ആവിഷ്കരിച്ച ഒരു പദ്ധതി പണി തുടങ്ങിയിട്ട് 15 വർഷമായി. ഇനി ഒരു 5-6 വർഷം കൂടെ കഴിഞ്ഞാൽ പോലും ഹരിപ്പാട്ടുകാർക്ക് അതിൽ നിന്ന് തുള്ളി വെള്ളം കുടിക്കാമെന്ന് പ്രതീക്ഷ വേണ്ട. അത്രയേറെ കെടികാര്യസ്ഥതയ്ക്കും അവഗണനയ്ക്കും പേരുകേട്ട് നിത്യസ്മാരകമായി അതവിടെ ഉണ്ട്. ഒരു ചെറുവിരൽ അനക്കി MLA എന്ന നിലയിൽ എന്റെ നാട്ടിലെ ജനങ്ങൾക്ക് ശുദ്ധമായ കുടിവെള്ളം കിട്ടാൻ എന്റെ എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് ഈ മാന്യൻ എന്താ ഇതുവരെ തോന്നാത്തത്? തോന്നിട്ടുണ്ടോ? എന്താ നമ്മുടെ ഹരിപ്പാട് ആശുപത്രിയുടെ അവസ്ഥ എന്താ? 2 മാസങ്ങൾക്ക് മുമ്പാണ് 2 നിരപരാധികൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഡയാലിസിസ് യൂണിറ്റിന്റെ അണുബാധ മൂലം 2 നിരപരാധികൾ പിടഞ്ഞു മരിച്ചത്. എന്തായി അന്വേഷണം? അന്നെന്തായിരുന്നു? അന്ന് MLA വന്ന് കുറെ മുതലക്കണ്ണീരൊക്കെ ഒഴുകിയില്ലേ? ഇപ്പോ ആ കുടുംബങ്ങൾക്ക് നീതി കൊടുക്കും, അടിയന്തരമായി കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ മാസം 2 or 3 ആയി. ഞാൻ കഴിഞ്ഞത് ആ മരണസമയത്ത് ആ വീട്ടിൽ പോയ ആളാണ്. ഇന്നേ വരെ ആ കുടുംബത്തിന് നീതി കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, അന്വേഷണം തുടങ്ങാൻ പോലും സാധിച്ചിട്ടില്ല. അന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞത് പ്രത്യേക സംഘത്തെ ഉപയോഗിച്ച് അന്വേഷിക്കുമെന്നാ. 2 പേരും ചേർന്ന് അത് അട്ടിമറിച്ചു. ഒരന്വേഷണം ഉണ്ടായിട്ടില്ല. കാരണം അന്വേഷിച്ചാൽ അത് പ്രതിപട്ടികയിൽ വരാൻ പോകുന്ന ആദ്യ പേരുകാരൻ സ്ഥലം MLA ആയിരിക്കും. താനൊന്നും ചെയ്തിട്ടില്ല എന്ന് നാട്ടുകാർ തിരിച്ചറിയും. നിങ്ങൾ കാണാം ആ പടിത്തോടിന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയണ്ട. ഹരിപ്പാട്ടുകാർക്ക് വളരെ കൃത്യമായിട്ടറിയും. അവിടെ അണുബാധ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഈ ജില്ലയിലെ, ഈ മണ്ഡലത്തിലെ മുഴുവൻ മാലിന്യവും പേറേണ്ടി വരുന്ന ഗതികേട് ഈ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾക്കാണ്. അതിന്റെ പക്കത്താണ് ഓപ്പറേഷൻ തിയേറ്ററും സിസേറിയൻ വാർഡും ഡയാലിസിസ് യൂണിറ്റും അടക്കമുള്ള താലൂക്ക് ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നാണ് അണുബാധയേറ്റ് 2 നിരപരാധികൾ പിടഞ്ഞു മരിച്ചത്. 1 മാസമായില്ല സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ കുളത്തില് 2 പേര് മുങ്ങി മരിച്ചിട്ട്. എന്താ ഇതിനൊക്കെ MLAയുടെ മറുപടി? അപ്പൊ ചോദിക്കുക, അവർ മുങ്ങി മരിച്ചത് MLA എന്ത് ചെയ്യാനാണ്? അവിടെ ഒരു വെട്ടം വെളിച്ചം, ലക്ഷക്കണക്കിന് മനുഷ്യർ വരുന്ന ഒരു ക്ഷേത്രമാണ്. തൈപ്പൂയം എന്ന് പറയുമ്പോൾ നാടിന്റെ നാനാഭാഗത്തു നിന്നും ആൾക്കാർ വരും. 100 കണക്കിന് മനുഷ്യർ കാവടിയാടി വരുന്ന ഒരു ക്ഷേത്രം.
എല്ലാ കാവടി സ്വാമിമാരും ആ ക്ഷേത്രകുളത്തിൽ പോയി മുങ്ങി കുളിച്ചിട്ടാണ് അവരെ നിർമാല്യ ദർശനത്തിന് എത്തുന്നത്. അവിടെ വേണ്ട ഒരു സൗകര്യം ഒരുക്കാൻ അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ പിണിയാളുകളായ ഭരണാധികാരികൾക്കോ സാധിച്ചിട്ടുണ്ടോ? തിരുവാഭരണ മോഷണത്തിന് പിടിയിലായത് MLA പഴയ ശിങ്കിടിയെ. ഇതിന് എത്രയെത്രയാ എണ്ണിപ്പറയാൻ കഥകള്. നമ്മുടെ തീരദേശ മേഖലയുടെ അവസ്ഥ എന്താ? തീരദേശ മേഖലയിൽ കടലാക്രമണം എന്നുള്ളത് എല്ലാ വർഷവും ഞാറ്റുവേല പോലെ, ഓണം പോലെ, വിഷു പോലെ ദുരിതകാലം കൂടി വരികയാണ്. മലയാളി എല്ലാ ഓണവും ആഘോഷിക്കുന്നത് പോലെയാണ് തീരദേശ മേഖലയിൽ എല്ലാ മൺസൂൺ കാലഘട്ടത്തിലും അതിതീവ്രമായ കടലാക്രമണമാണ്. ഇത് വരുമെന്ന് MLAക്കോ ഭരണാധികാരികൾക്കോ അറിയാത്തതാണ്. പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായി, ശരിയാണ്, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ വയനാട്ടിൽ വലിയ സംഭവിച്ചതുപോലെ വലിയ ഉരുൾപൊട്ടലുണ്ടായി, ഒരു ഭരണാധികാരിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, പിന്നീട് ചെയ്യാൻ പറ്റൂ. പക്ഷെ കടലാക്രമണത്തിന്റെ സ്വഭാവം അതാണോ? ഈ മഴക്കാലമാകുമ്പോൾ കടലാക്രമണം ഉണ്ടാകും. വേലിയേറ്റ കാലഘട്ടത്തിൽ തീരപ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉണ്ടാകില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്ത് നടപടിയാ സ്വീകരിച്ചത്? അതോ ഇതിനകത്തൊന്നും ഭരണാധികാരികൾക്ക് യാതൊരു റോളും ഇല്ലേ? പിന്നെന്തിനാ ഇവരൊക്കെ നമ്മളുടെ നേതാക്കന്മാരായി ജനപ്രതിനിധികളായി നിയമസഭയിൽ പോയിരിക്കുന്നത്? നമ്മൾ സാധാരണ പറയാറുണ്ട്, യുദ്ധകാലത്തേക്കുള്ള തയ്യാറെടുപ്പ് നടത്തേണ്ടത് സമാധാന കാലത്താണ്. നിങ്ങൾ സമാധാന കാലത്ത് നടത്തുന്ന ശ്രമങ്ങളാണ് യുദ്ധം ഒഴിവാക്കുന്നത്, അല്ലെ? സമാധാനമാണ് എന്ന് വിചാരിച്ച് നമ്മുടെ ആർമിയെ പിരിച്ചുവിട്ടാൽ സമാധാന കാലഘട്ടമല്ലേ, അവർക്ക് വെടിക്കോപ്പുകളൊന്നും കൊടുക്കണ്ട, അവർക്ക് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, ആരും വരാനില്ല എന്ന് വിചാരിച്ച് സൈന്യത്തിനെ ലൂസാക്കി വിട്ടാൽ എന്താ സംഭവിക്കുക? അവിടെ അന്നേരമാണ് യുദ്ധമുണ്ടായി നമ്മുടെ രാജ്യസുരക്ഷ അപകടത്തിലാവുന്നത്, അല്ലെ? ഇതുപോലെയാണ് മൺസൂൺ വരാൻ പോകുമ്പോ, മൺസൂണിൽ കടലാക്രമണം ഉണ്ടായി തീരപ്രദേശത്തെ ജനങ്ങൾ നെട്ടോട്ടം ഓടുമ്പോ അവരെ മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ളതാണോ MLAയുടെ ദൗത്യം? അതിന് MLA വേണോ? നാട്ടുകാർക്ക് അറിയില്ലേ ജീവനും കൊണ്ട് ഓടാൻ? അത് നീയാണോ സൗജന്യം വേണോ? ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇതൊക്കെ നാം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ തുടങ്ങണം. തന്റെ ഇടമുണ്ടോ? തീരപ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കാൻ ഇപ്പോഴാണ് നടപടി വേണ്ടത്. അടുത്ത മൺസൂൺ വരുന്നതിന് മുൻപ് തീരപ്രദേശങ്ങൾ കടൽ ഭിത്തി കെട്ടി നിർമ്മിച്ച് അവർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ എന്തേ താമസം? 25 വർഷമായില്ലേ, 1-2 കൊല്ലമല്ലല്ലോ, 25 വർഷം. ഏറ്റവും ചുരുങ്ങിയത് 50 സീസണിലെങ്കിലും അവിടെ കടലാക്രമണം ഉണ്ടായിട്ടുണ്ടാവും. ഒരു തവണ, എല്ലാ തവണയും ചെല്ലും, മുതലക്കണ്ണീരൊഴുക്കും. കുറെ ഉപ്പും മുളകും വാങ്ങിക്കൊടുത്താൽ തന്റെ ദൗത്യം തീർന്നു. ഫോട്ടോ എടുത്ത് ചാനലിലും പത്രത്തിലും വന്നു, കഴിഞ്ഞു, ഹാപ്പി. MLA സന്ദർശിച്ചു, MLA കെട്ടിപ്പിടിച്ചു, MLA കരഞ്ഞു, MLA ചിരിച്ചു, നമ്മൾ ഹാപ്പി. ഇതിനൊക്കെയാണ് നാം അറുതി വരുത്തേണ്ടത്. ആരും ചെയ്യും? നാരകത്തറയിൽ ഒരു അടിപ്പാതയുടെ കാര്യം ഇവിടെ പറഞ്ഞു. ദേശീയപാത നിർമ്മിക്കുമ്പോ ദേശീയപാത അതോറിറ്റിയുടെ മുൻപിൽ എന്താ മാർഗം? അവരാധുനിക സാറ്റലൈറ്റ് ഇമേജ് ഉപയോഗിച്ച് GPS സംവിധാനം ഉപയോഗിച്ച് നമുക്കിപ്പോ ഒരു ഹൈവേ ഉണ്ട്, ആ ഹൈവേയുടെ വികസനം അവർ നടപ്പാക്കും. ദില്ലിയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനോ നിതിൻ ഗഡ്കരിക്കുമോ അറിയുമോ എവിടെയൊക്കെയാണ് ഓവർ ബ്രിഡ്ജ് വേണ്ടത്, അടിപ്പാത വേണ്ടത് എന്ന്? ഉദ്യോഗസ്ഥന്മാർ വരും, അവർ സർവേ നടത്തും, അവർ തയ്യാറാക്കിയ സ്കെച്ചും പ്ലാനും ജില്ലാ കളക്ടർക്കും RDOയ്ക്കും സ്ഥല MLAക്കും MPക്കും അയച്ചു കൊടുക്കും. ജനങ്ങളോട് കടപ്പാടുള്ള ജനപ്രതി എന്താ ചെയ്യേണ്ടത്? ഇത് പഠിക്കണം. അങ്ങേർക്ക് വായിക്കാനും എഴുതാനും അറിയില്ലെങ്കിൽ അത് അറിയുന്നവരെ വെക്കണം, അല്ലെ? സർക്കാർ പൈസ കൊടുക്കുന്നുണ്ടല്ലോ, MLAക്ക് സമയമില്ലെങ്കിൽ വേറെ ആളെ വെക്കണം. വച്ച് ഈ ദേശീയപാതയിൽ എവിടെയൊക്കെ അടിപ്പാത വേണം, എവിടെയൊക്കെ ഓവർ ബ്രിഡ്ജ് വേണമെന്ന നിർദ്ദേശം കൊടുക്കണം. ജനപ്രതിനിധികൾ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് റീഅലൈൻമെന്റ് നടത്തും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും. നാരകത്തറയിലെ അടിപ്പാതയെ പറ്റി, അതിന്റെ പ്രാധാന്യത്തെ പറ്റി സ്ഥലം MLAക്ക് അറിയില്ലെങ്കിൽ അദ്ദേഹം മറ്റെന്തെങ്കിലും പണിക്ക് പോകണമെന്ന് എനിക്ക് പറയാനുള്ളൂ. അരിപ്പാട്ട ഏറ്റവും പ്രധാനപ്പെട്ട അടിപ്പാതയാണ്. സുബ്രഹ്മണ്യ സ്വാമിയുടെ ആറാട്ട് കടന്നു പോകേണ്ട പാതയാണ്. കരിവാറ്റയും കുമാരപുരവും ചെറുതനയും അടക്കമുള്ള നിരവധി പഞ്ചായത്തുകളിലേക്കുള്ള 10,000-കണക്കിന് മനുഷ്യർക്ക് കടന്നു പോകേണ്ട പാതയാണ്. അവർക്ക് ദേശീയപാത മുറിച്ചു കടക്കാൻ, സുരക്ഷിതമായി പോകാൻ ഒരു പാത ഒരുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ബാക്കി നിങ്ങൾ പൂരിപ്പിക്കണം. ഇയാൾക്ക് എന്താ പണി? പ്രിയപ്പെട്ടവരെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ നടത്തിയ ഇടപെടൽ, ഇവിടെ ജനതാ മണ്ഡലം അധ്യക്ഷൻ സുമേഷ് ഉണ്ട്, മഹേഷ് ഉണ്ട്,
കുമാരപുരം പഞ്ചായത്ത് കമ്മിറ്റിയുണ്ട്. ബഹുമാനപ്പെട്ട കൃഷ്ണദാസ് ജി, നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിരന്തരമായി നടത്തിയ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് നാരകത്രയിൽ നാം അടിപ്പാത കൊണ്ടുവന്നത്. സ്ഥലം എത്രയോ കഴിഞ്ഞു പോയിരുന്നു. പക്ഷേ നമ്മളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവിടെ വീണ്ടും എത്ര കോടി രൂപ കേന്ദ്ര ഖജനാവിന് നഷ്ടമായി എന്നറിയാമോ ആ ഒറ്റ പദ്ധതി കൊണ്ട്? കാരണം ഓൾറെഡി ഫിക്സ് ചെയ്ത ഒരു അലൈൻമെന്റ്, ആ അലൈൻമെന്റ് പിന്നെ പൊളിക്കില്ല. പക്ഷെ നമ്മളുടെ നിരന്തരമായ നിർബന്ധം, എനിക്കൊന്ന് ഞാൻ കൃഷ്ണദാസി ഒരു 500 തവണയെങ്കിലും വിളിച്ചിട്ടുണ്ട്. സാറേ കൃഷ്ണദാസി പറഞ്ഞു നിങ്ങൾ വിളിക്കണ്ട, ഞാനിപ്പോ തന്നെ 4 തവണ കണ്ടു കഴിഞ്ഞു കേന്ദ്രമന്ത്രിയെ. അവസാനം കേന്ദ്രമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ ഇരുന്നിട്ട് എന്നെ വിളിച്ചു, ഞാൻ കയറുകയാണ്, നിങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ നിരന്തരം നടത്തിയ ഇടപെടൽ കൊണ്ടാണ് നാരകത്ര അടിപ്പാത വന്നത്. പക്ഷെ എന്താ, വലിയ ഫ്ലെക്സ് വെച്ചിട്ട് ഞാനാണ് അല്ലെ എട്ടുകാലി മഹമ്മൂദിന്റെ സ്വഭാവം കാണിച്ചു പോയിക്കോട്ടെ, ഞാൻ ആ വേദിയിലും പ്രസംഗിച്ചു, ഞങ്ങൾക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട, ക്രെഡിറ്റ് നിങ്ങൾ എടുത്തു. പക്ഷെ നാട്ടുകാർക്ക് പ്രയോജനം കിട്ടിയാണ്. എന്തായി അടിപ്പാത? ഇപ്പോ ഞാൻ MLA വെല്ലുവിളിക്കുക. അതാ നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ ഫ്രണ്ടിലെ ഫ്ലൈ ഓവർ നിങ്ങൾ അറിഞ്ഞോ? അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? കഴിഞ്ഞ ദിവസത്തെ ബാബുരാജനൊക്കെ എന്നോട് പറഞ്ഞു, വലിയ വിപത്തുണ്ടാകും അവിടെ. കാരണം ഇപ്പോ താലൂക്ക് ആശുപത്രിയുടെ മുൻപിൽ നിൽക്കുന്ന ഒരു തൂണ് നിങ്ങൾ കാണുന്നില്ലേ? ആ തൂണ് വരെ ഉള്ളൂ. നമ്മുടെ MLAയുടെ പരിഷ്കാരമാണ്. എന്താണ് ഇദ്ദേഹത്തിന് പണി? നിങ്ങൾ ചോദിക്കണം, ജനങ്ങളോട് ഇത് വിശദീകരിച്ചു കൊടുക്കണം. അവിടേക്ക് ഇനിയും വരാൻ പോകുന്നത് അപ്രോച്ച് റോഡാണ്. അപ്രോച്ച് റോഡ് വന്നാൽ നിങ്ങൾക്കറിയാം എന്താ സംഭവിക്കുന്നത്. 2 വശവും മതിൽ കെട്ടിപ്പൊക്കി അതിന് മുകളിൽ കൂടെ റോഡ് വരികയാണ് അല്ലെ. എന്ന് പറഞ്ഞാൽ ഇനി താലൂക്ക് ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഒരു 1.5 കിലോമീറ്റർ ചുറ്റി യൂട്ടേൺ എടുത്ത് ആശുപത്രിയിൽ വരണം. ഒരു ആംബുലൻസ് പോകാൻ ഒന്ന് ആലോചിച്ചു. ഇതിൽ കൂടുതൽ എന്ത് ജനദ്രോഹമായി അയാളൊക്കെ ചെയ്യേണ്ട ഈ നാടിനോട്? ഭാരതീയ ജനതാ പാർട്ടി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. MLA ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യണ്ട. നമുക്ക് ജനങ്ങളോടാണ് കടപ്പാട്. നമ്മൾക്ക് ഒരു രാഷ്ട്രീയവും നോക്കിയിട്ടല്ല നമ്മൾ ഇവിടെ മത്സരിക്കാൻ വരുമെന്നോ MLA ആകാൻ പോകുന്നു എന്നുള്ള ഒരു സ്വപ്നത്തിലുമല്ല. പക്ഷെ അത് ജനകീയ, ഇതൊരു കോമൺ സെൻസ് പോലെ. ഒരു സ്പാനും കൂടെ വേണം. ഇവിടെ ഒരു തൂണുണ്ടെങ്കിൽ 2 തൂണും കൂടെ അപ്പുറത്തിട്ട് അതിനും അപ്പുറത്തുനിന്ന് റോഡ് തുടങ്ങിയാൽ മതി. കാരണം എന്താ, ഈ തൂണിനടിയിൽ കൂടെ ആശുപത്രിയിലേക്ക് വരണ്ടേ ജനങ്ങൾക്ക്, ആംബുലൻസ് വരണ്ടേ? എത്രയോ ആക്സിഡന്റ് കേസുകളുമായി വരുന്നത്. അവിടെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലെങ്കിലും, പ്രത്യേകിച്ച് അവിടെ ചെന്നിട്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഇല്ലെങ്കിലും ആദ്യം പോകുന്ന ഒരു ആശുപത്രി ഡോക്ടർ ഉണ്ടല്ലോ എന്ന പ്രതീക്ഷയിൽ ഓടിച്ചെല്ലുന്നല്ല ജനങ്ങൾ അവിടേക്ക്. എനിക്കൊന്നു MLAക്ക് അറിയാൻ തോന്നുന്നു അവിടേക്ക് ജനം പോയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങളുടെ വഴിയിലും പോകുന്നുള്ള ലൈനായിരിക്കും. പക്ഷെ എന്തായാലും ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു ജനകീയമായ വിഷയങ്ങൾക്കും പരിഹാരം കാണാനാകാതെ ഞാൻ ഈ നെൽപ്പുരക്കടവ് ടൂറിസം അടക്കമുള്ള പദ്ധതികളെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. നിരവധി വിഷയങ്ങളുണ്ട്. ഹരിപ്പാട് നേരിടുന്ന ഏറ്റവും വലിയ വിഷയമാണ് ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം. അപ്പൊ ഇങ്ങനെ ഒരു വിഷയത്തിനും പരിഹാരം കാണാത്തവരെ MLAയെ ഇനിയും ഹരിപ്പാട്ടുകാർ ചുമക്കണോ എന്നതാണ് ചോദ്യം. ഇനിയും വരും, കരഞ്ഞുകൊണ്ടും ചിരിച്ചുകൊണ്ടും കാലി പിടിച്ചുകൊണ്ടും യാചിച്ചുകൊണ്ടും പലരുടെയും മുന്നിൽ വരും. ഹരിപ്പാട് ജനങ്ങൾ ചാണകത്തിൽ മുക്കിയ ചൂല് കൊണ്ട് അടിച്ച് പുറത്താക്കണം. കാര്യം ഇത്രയും കാലം നമ്മളെ പറ്റിക്കുകയായിരുന്നു. അപ്പൊ നാം ജനങ്ങളോട് പറയേണ്ടത്, ഇനിയും ഈ കെണിയിൽ വീഴരുത്. BJP വോട്ട് പിടിച്ചാൽ ഇടതുപക്ഷം ജയിച്ചു പോകും എന്നൊക്കെയാണ് അല്ലെ കോൺഗ്രസ്സുകാരുടെ സ്ഥിരം പല്ലവിയാണ്. അതങ്ങ് മടക്കി 4ആയി വെച്ചാൽ മതി എന്ന് പറയണം. BJP വോട്ട് പിടിക്കുന്നത് BJPക്ക് ജയിക്കാനാണ്. അപ്പൊ അതിനകത്തൊന്നും നമ്മുടെ പ്രവർത്തകർ ഈ കെണിയിലൊന്നും വീഴരുത്. നമ്മുടെയൊക്കെ വീടുകളിൽ ഒന്ന് പറയുന്നത് ഇതാണ്. കോൺഗ്രസ്സുകാർ ചിരിച്ചോണ്ട് ഖദറുമായി വരും. നിങ്ങളുടെ ആ പലരുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ വീടുകളിൽ വരും. BJPക്കാർ വോട്ട് പിടിച്ച CPM അങ്ങ് ജയിച്ചു പോലെ ഇടതുപക്ഷം ജയിച്ചു പോകും, അതുകൊണ്ട് അവർക്ക് വോട്ട് കൊടുക്കരുത്. ഞാനാണല്ലോ മാന്യൻ. അപ്പൊ ഈ മാന്യതയുടെ മുഖം മൂടി വലിച്ചു കീറുക എന്നതാണ് നമ്മളുടെ ഇത്തവണത്തെ ദൗത്യം. ഞാൻ ഹരിപ്പാട്ടെ പ്രബുദ്ധരായ വോട്ടർമാരോട് നമ്മുടെ സഹപ്രവർത്തകരോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ പൊന്നാപുരം കോട്ട നമ്മൾ ഇത്തവണ പൊളിക്കും. ഒരു തർക്കവും ആർക്കും വേണ്ട, ഒരു സംശയവും വേണ്ട. ഏത് വലിയ ദാവീദിനെ വീഴ്ത്താനും ഒരു ഗോലിയാത്ത് ഉണ്ടായിട്ടുണ്ട്. ഏവനും മുട്ടുമടക്കം ഏത് കംസനും ശ്രീകൃഷ്ണന്റെ മുൻപിൽ കീഴടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വലിപ്പം കാണിച്ച്, നിങ്ങളുടെ രാഷ്ട്രീയ പാരമ്പര്യം കാണിച്ച്, നിങ്ങളുടെ അധികാരത്തിന്റെ ഹുങ്ക് കാണിച്ച്, നിങ്ങളുടെ പണത്തിന്റെ തിളപ്പ് കാണിച്ച്
ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരെ സ്വാധീനിക്കാമെന്നോ വിലക്കെടുക്കാമെന്നോ ഹരിപ്പാട്ടെ ജനങ്ങളെ വിലക്കെടുക്കാമെന്നോ കോൺഗ്രസുകാരൻ കരുതുന്നുണ്ടെങ്കിൽ അത് വാങ്ങിവെച്ചാൽ മതി എന്ന് മാത്രം ഈ അവസരത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്തവണ നാം മത്സരിക്കുന്നത് നമുക്ക് വിജയിക്കാനാണ്. ഇത്രകാലവും നിങ്ങൾ CPM-കാരോടുള്ള അഡ്ജസ്റ്റ്മെന്റ് പൈത്യ രാഷ്ട്രീയമൊന്നും പോരാ MLA-ക്ക് ഇത്തവണ ഇവിടെ ജയിക്കാൻ. CPM-ന് സീറ്റ് കൊടുക്കാതെ CPI-യെ കൊണ്ട് ആരോ ഒരാളെ ഇവിടെ മത്സരിപ്പിക്കുകയാണല്ലോ. നമ്മളാരും കണ്ടിട്ട് പോലും ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരാൾ ഉണ്ടോ എന്ന് കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ ഒരു CPM-ന്റെ അനുഭാവി എന്ന് പറഞ്ഞ ഒരാൾ എന്നെ വിളിച്ചു. അയാൾ എന്നോട് ചോദിച്ചു, ഞങ്ങൾക്കറിയില്ല സാർ ഇത് ആരാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിനോദികളൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ UDF-ഉം ഭാരതീയ ജനതാ പാർട്ടിയും നേർക്കുന്ന ഒരു പോരാട്ടമാണ്. നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം കേവലം 1300 വോട്ടുകളുടെയാണ് എന്ന് നാം മനസ്സിലാക്കണം. കഴിഞ്ഞ ലോകസഭയിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രന് ഹരിപ്പാട്ടെ 48,000-ഓളം പ്രബുദ്ധരായ വോട്ടർമാരുടെ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അത് താമര ചിഹ്നത്തിലുള്ള അംഗീകാരമാണ്. അതിനെക്കാട്ടിൽ ഒരു 2000 വോട്ട് കൂടി അധികം പിടിച്ചാൽ ഈ പറഞ്ഞ കോട്ടകൊത്തളകളൊക്കെ തകർന്ന് ആലപ്പുഴ ജില്ലയുടെ ആദ്യ MLA ഹരിപ്പാടിൽ നിന്നുണ്ടാകുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വരുന്ന ദിവസങ്ങളിലുള്ള ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ. ഇനി നമുക്ക് അധിക സമയമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുക, സംസാരിക്കുക, പ്രചരണം നടത്തുക. വേറെ ഇനി ഒരു പണിയും നമുക്കില്ല. പരമാവധി ആൾക്കാരെ ടെലിഫോൺ ചെയ്യുക. നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന എല്ലാ സോഴ്സുകളും ഉപയോഗിക്കുക. ആരെ കൊണ്ട് വിളിപ്പിക്കണം? ബന്ധുക്കളെ കൊണ്ട്, സുഹൃത്തുക്കളെ കൊണ്ട്, അയൽവക്കക്കാരെ കൊണ്ട്, സഹപ്രവർത്തകരെ കൊണ്ട്, ആരെ കൊണ്ടും വിളിപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്തായാലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ MLA എന്നാണ് വായി വരുന്നത്, പൊന്നാകട്ടെ. ഞാൻ സ്ഥാനാർത്ഥിയായി ഇവിടെ രംഗപ്രവേശം ചെയ്യുന്നത് മുതൽ എനിക്ക് വരുന്ന കോളുകൾ മുഴുവൻ എന്റെ കൂടെ വരുമ്പോ ഞാൻ ലൗഡ് സ്പീക്കറിൽ ചിലപ്പോൾ ഇവരെ കേൾപ്പിക്കും. ഏറ്റവും കൂടുതൽ വരുന്നത് കോൺഗ്രസുകാരുടെയും CPM-കാരുടെയും. ഞാൻ നിങ്ങളെ ഇതാക്കാൻ വേണ്ടി പറയുന്നില്ല, വിനോദനൊക്കെ അറിയാം. ഏറ്റവും കൂടുതൽ എനിക്ക് കോൾ വരുന്നത് കോൺഗ്രസുകാരുടെയും CPM-കാരുടെയും ഫോൺ കോളുകളാണ്. ഇത്തവണ അങ്ങ് ജയിക്കും, ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം. ഇന്നലെ ഒരാൾ എനിക്ക് അയച്ചു തന്നു, ഞാൻ നിമിത്തം നിങ്ങൾക്ക് ഒരു 50 വോട്ട് കൂടുതൽ കിട്ടും, ഞാനൊരു കോൺഗ്രസിന്റെ ഭാരവാഹിയാണ്, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പറയുന്ന നൂറുകണക്കിന് മനുഷ്യർ നമ്മളോടൊപ്പം ഉണ്ട്. അവര് ഒരുപക്ഷെ നമുക്കൊപ്പം പോസ്റ്റർ ഒട്ടിക്കാൻ, നമുക്കൊപ്പം മുദ്രാവാക്യം വിളിക്കാൻ, നമ്മളോടൊപ്പം സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വരണമെന്നില്ല. നിശബ്ദമായ ഒരു അടിയൊഴുക്ക് ഇവിടെയുണ്ട്. അതിശക്തമായ തരംഗം MLA-ക്കെതിരെ ഇവിടെയുണ്ട്. അത് MLA-യുടെ പാളയത്തിൽ നിന്നുണ്ട്, യാതൊരു തർക്കവും വേണ്ട. അപ്പോ അടിയൊഴുക്കുകൾ കൊണ്ട് നമ്മൾ ഇത്തവണ ഇവിടെ ജയിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. പക്ഷെ അത് നിഷ്പക്ഷരായ വോട്ടർമാരിൽ കൂടി സംക്രമിപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ പ്രവർത്തകരും തയ്യാറാകണം. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യം നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും കഷ്ടപ്പാടിന്, നിങ്ങളുടെ എല്ലാവരുടെയും വിയർപ്പിന് ഫലമുണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് നൽകിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വന്ദേ മാതരം. നമ്മളുടെ ഈ അവസരത്തിൽ സന്ദീപ് ജിയെ 3 മണ്ഡല അധ്യക്ഷന്മാർ സ്വീകരിക്കുകയാണ്. ആദ്യമായി ഹരിപ്പാട് മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീ P. സുമേഷ് അവർ സന്ദീപ് ജിയെ സ്വീകരിക്കും. അടുത്തതായി കാർത്തികപ്പള്ളി മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീ മഹേഷ് സ്വീകരിക്കുന്നു. BDS-ന്റെ മണ്ഡലാധ്യക്ഷൻ ശ്രീ മോഹൻ ചേട്ടൻ സന്ദീപ് ജിയെ ഇപ്പോൾ സ്വീകരിക്കുന്നു.
നമ്മളുടെ എല്ലാവർക്കും വരും ദിവസങ്ങളിൽ കൺവെൻഷനൊക്കെ ആയിട്ട് സ്വീകരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവും. ഇപ്പൊ നമ്മളുടെ അദ്ദേഹം ഇന്നു മുതൽ പഞ്ചായത്തുകളിലേക്ക് യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഏവൂർ ചേപ്പാട് പഞ്ചായത്തിലായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുതുകുളത്തുണ്ടാകും. അപ്പൊ വരുന്ന ദിവസങ്ങൾ ഒരു 2 പഞ്ചായത്തിൽ വീതം അദ്ദേഹം നമ്മളുടെ പ്രവർത്തകരെ കാണുന്നതിന് വേണ്ടിയിട്ട് എത്തുന്നുണ്ടാവും. നമ്മുടെ സ്ഥാനാർത്ഥി പര്യടനം ഏതാണ്ട് 26-ാം തീയതി മുതലാണ് ആലോചിക്കുന്നത്. ഇന്ന് അത് ഏതാണ്ട് ഫൈനൽ ചെയ്യും. 26 മുതലാണ് ആലോചിക്കുന്നത്. 1-2 നിർദ്ദേശം പറയാം. നമ്മുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടപ്പ് രോഗികൾ, അതുപോലെ 85 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യാൻ വേണ്ടി ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർജി ആയിരുന്നു. അദ്ദേഹം ഇന്ന് അടിയന്തരമായ ഡൽഹിയിലെ മീറ്റിംഗ് കാരണം എത്തിയില്ല. സൂചിപ്പിച്ചത് നേരത്തെ തന്നെ നമ്മളുടെ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്ഘാടന യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന യോഗം, ഈ യോഗത്തിന്റെ കേന്ദ്ര ബിന്ദുവും നമ്മുടെയൊക്കെ പ്രിയങ്കരായ സ്ഥാനാർത്ഥിയുമായ ശ്രീ സന്ദീപ് വാജ്പതി അവർ ഹരിപ്പാട് മണ്ഡലത്തിന്റെ പ്രഭാരിയായി പ്രവർത്തിക്കുന്ന സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ പാലമുറ്റത്ത് വിജയകുമാർജി, പാർട്ടിയുടെ ഹരിപ്പാട് മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീ സുമേഷ്, കാർത്തിപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മഹേഷ്, BDSന്റെ ബഹുമാനായ മണ്ഡലം പ്രസിഡന്റ് ശ്രീ മോഹനചേട്ടൻ, NBPയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ സജിത്ത്, കർഷക മോർച്ചയുടെ ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ പ്രണവം ശ്രീകുമാർ അവർ, ജില്ലാ വൈസ് പ്രസിഡന്റ് ജില്ലാ ട്രഷറർ ശ്രീ അനിൽ വെള്ളിക്കുന്നം, ജില്ലാ ഉപാധ്യക്ഷന്മാരായിട്ടുള്ള ശ്രീമതി ശാന്തകുമാരി അവർ, ശ്രീമതി മോഹിനി ശിവദാസൻ, സംസ്ഥാന കൌൺസിലറുകളായിട്ടുള്ള ശ്രീ ടി മുരളി അവർ, ശ്രീ വിശ്വനാഥൻ ചേട്ടൻ, ശ്രീ ഉണ്ണിത്താൻ ജി അവർ, പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ GS ബൈജു, ശ്രീ രാമപ്രസാദ് അവർ, കാർത്തികപ്പള്ളി മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറിമാർ ശ്രീ അജിത് ഏട്ടൻ, ശ്രീ ഹരികൃഷ്ണൻ ജി, കർഷക മോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ നോബൽ ജി, ജില്ലാ ഭാരവാഹികളായിട്ടുള്ള ശ്രീ രാജേന്ദ്രകുമാർ അവർ, ശ്രീ KS വിനോദ്, യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ അഖിൽ, ശ്രീമതി ധന്യ അടക്കം വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രമുഖരും സഹപ്രവർത്തകരുമായിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുടെ ഈ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന സമയത്ത് അധ്യക്ഷനായി നിന്ന് സംസാരിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ച സമയത്ത് ഹരിപ്പാട് അസംബ്ലി മണ്ഡലത്തിന്റെ ഇൻചാർജായി പോകണമെന്നും അവിടെ നല്ലൊരു സ്ഥാനാർത്ഥി എത്തും, അതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നും ചുമതലപ്പെടുത്തിയാണ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ സന്ദീപ് ജി എന്നെ ഇവിടേക്ക് വിടുന്നത്. പ്രത്യേകമായി ശ്രദ്ധിക്കണം, എല്ലാവരെയും ഒരുപോലെ കാണണം, എല്ലാവരെയും കൂടെ കൂട്ടണം, എല്ലാവരെയും കൂടെ കൂട്ടി നമുക്ക് ആ സീറ്റ് പിടിക്കണം. നല്ലൊരാളെ നമുക്ക് സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവരണം. അനൂപിന്റെ ഉത്തരവാദിത്വം അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് ജി എന്നെ ഇത് ഏൽപ്പിക്കുമ്പോൾ മനസ്സിൽ ഞാൻ പറഞ്ഞു, ഞാനങ്ങ് കൊണ്ടുപോകും കേട്ടോ എന്ന്. പക്ഷെ അദ്ദേഹം അന്ന് സ്വാഭാവികമായും നിങ്ങൾക്കറിയാം ചെങ്ങന്നൂർ മത്സരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു തീരുമാനിച്ചിരുന്നത്. സംശയവുമില്ലാതെ ഞാൻ പറയാം, അങ്ങനെ തന്നെയാണ് അദ്ദേഹം അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അദ്ദേഹത്തിന് ഇഷ്ടം ഹരിപ്പാട്ടുകാരായിരുന്നു. പറയുമ്പോൾ വ്യക്തിപരമായി പറയുമ്പോൾ സൂചിപ്പിക്കും, എനിക്ക് ഇഷ്ടം ഹരിപ്പാടാണ്, ജയിക്കാൻ സാധ്യത ഹരിപ്പാടാണ്. പക്ഷെ ഞാൻ ജനിച്ച സ്ഥലം ചെങ്ങന്നൂരാണല്ലോ, അതുകൊണ്ട് ചെങ്ങന്നൂരാണ് മത്സരിക്കാൻ താല്പര്യമെന്ന് സൂചിപ്പിച്ച് കഴിഞ്ഞ 1.5 മാസക്കാലമായി ഇൻചാർജായി അദ്ദേഹം ചെങ്ങന്നൂർ പ്രവർത്തിക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ പ്രവർത്തനം തുടങ്ങിയതിനു ശേഷം ഇവിടേക്ക് എത്തിച്ചേർന്ന നമ്മളുടെ പുറത്തു നിന്നുള്ള കാര്യകർത്താക്കൾ, മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ എത്തിയിട്ടുള്ള സംഘടനയുടെ MLA മാർ, മുഴുവൻ സമയ പ്രവർത്തകർ അടക്കം ഇവിടെ യാത്ര ചെയ്തപ്പോൾ
ആലപ്പുഴ ജില്ലയിൽ ഒരു MLA ജയിക്കുകയാണെങ്കിൽ ആദ്യം ജയിക്കുന്നത് ഹരിപ്പാടായിരിക്കും എന്ന് അവർ എവിടെ പറഞ്ഞു എന്നറിയുമോ? ഇവിടെയല്ല, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ, PMO ഓഫീസിൽ അവരത് കൃത്യമായി റിപ്പോർട്ട് ചെയ്തു. സ്വാഭാവികമായും നിങ്ങൾ ആലോചിക്കണം, പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ആലപ്പുഴ ജില്ലയിൽ ഒരാൾ വിജയിക്കും, അത് ഹരിപ്പാടായിരിക്കും എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് നേരിട്ട് പരിചയമുള്ളത് ആരാ? പ്രധാനമന്ത്രിക്ക് നേരിട്ട് പരിചയമുള്ളത്? ശബ്ദമൊന്നും പലർക്കും അറിയില്ല, ഉറക്കെ പറയണം. സന്ദീപ് ജി. അതെ, ശ്രീ നരേന്ദ്രമോദിജി, വെറുതെ പറയുന്നതല്ല. ശ്രീ നരേന്ദ്രമോദിജി സൂചിപ്പിച്ചു, മഹാരാഷ്ട്രയുടെ പ്രഭാരിയായി പ്രവർത്തിക്കുന്ന കഴിഞ്ഞ 15 വർഷക്കാലമായി ഹരിപ്പാടിനെ ഭരിച്ച് മുടിപ്പിച്ച ആ ചെന്നിത്തലയെ പണ്ട് അമേഠിയിൽ നിന്ന് സ്മൃതി ഇറാനി തൂത്തെറിഞ്ഞതുപോലെ ഹരിപ്പാട്ട് നിന്ന് തൂത്തെറിയാൻ വേണ്ടി സന്ദീപിനോട് മത്സരിക്കാൻ പറയണമെന്ന്. അപ്പൊ PMO ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് വിളിക്കുക, സന്ദീപ് ജി നിങ്ങൾ മത്സരിക്കണം ഹരിപ്പാട്. അപ്പൊ അദ്ദേഹം അതിനുശേഷം എന്നോട് സൂചിപ്പിക്കും, ഞാൻ മത്സരിക്കാൻ ആഗ്രഹം എനിക്ക് തോന്നിയ സ്ഥലം, ജയിക്കുമെന്ന് തോന്നിയ സ്ഥലം ഹരിപ്പാടാണ്. പക്ഷെ ചെങ്ങന്നൂർകാരനായോണ്ട് മത്സരിക്കണമെന്ന് അവിടെ വിചാരിച്ചെങ്കിലും പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് വിളിപ്പിച്ച് പറയുകയാണ്, നിങ്ങൾ മത്സരിക്കണം. പ്രകാശ് ജാവ്ദേക്കർ ജി ുള്ള മുഴുവൻ സമയ നമ്മളുടെ മുൻ കേന്ദ്രമന്ത്രിമാർ രാജീവ് ചന്ദ്രശേഖർജി അടക്കമുള്ള ആൾക്കാർ അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം നമ്മുടെ ഹരിപ്പാട്ടേക്ക് വിട്ടപ്പോ ഒരു സംശയവുമില്ലാതെ പറയാം, കഴിഞ്ഞ 15 വർഷക്കാലമായി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായി, പോലീസ് മന്ത്രിയായി, ഓപ്പോസിഷൻ ലീഡറായി, MLA ആയി ഒക്കെ ഈ ഹരിപ്പാട് പ്രവർത്തിച്ച് ഹരിപ്പാടിന്റെ മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നത്തെ കടലിലേക്ക് വലിച്ചെറിഞ്ഞ രമേശ് ചെന്നിത്തല, കടലോരങ്ങളിൽ ഓരുവെള്ളം കയറ്റിവിടാതെ സാധാരണക്കാരനെ കടൽ ഭിത്തി കെട്ടി സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച രമേശ് ചെന്നിത്തല, അവിടെ തൃക്കുന്നപ്പുഴയിൽ പാലം പണിത് പാവപ്പെട്ടവന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള പാലത്തിന്റെ പണി 1 കൊല്ലത്തിനുള്ളിൽ തീർത്തു തരാമെന്ന് പറഞ്ഞ ചെന്നിത്തല 8 കൊല്ലം കഴിഞ്ഞിട്ടും അത് പൂർത്തീകരിക്കാതെ പാവപ്പെട്ടവരെ വിഷമവൃത്തിയിലാക്കിയ ചെന്നിത്തല, അവിടെ തൃക്കുന്നപ്പുഴയിൽ ഒരു ചെറിയ വിഷമമുണ്ടായാൽ, പ്ലാസ്റ്റിക് സർജറി ചെയ്യാനല്ല, അപകടമുണ്ടായാൽ, ഒരു പട്ടി കടിച്ചാൽ അല്ലെങ്കിൽ ഒന്നും മറിഞ്ഞു വീണാൽ അവരെ പരിശോധിക്കാൻ കഴിയാത്ത വണ്ണം ആ CHSയിൽ ബ്ലോക്ക് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ കൊടുക്കാത്ത രമേശ് ചെന്നിത്തല, ഇവിടുത്തെ പള്ളിപ്പാട്ട് ജനങ്ങൾക്ക് കുടിവെള്ളം നൽകാത്ത രമേശ് ചെന്നിത്തല, ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനവുമായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുമ്പോ കേന്ദ്രം ഏറ്റെടുത്ത പദ്ധതിയല്ലാതെ അതിന്റെ നീക്കുപോക്കുകൾക്ക് MLA എന്നുള്ള നിലയിൽ ഇടപെടാത്ത രമേശ് ചെന്നിത്തല, ഇവിടെ ഈ പാലങ്ങൾ ക്രോസ് ചെയ്ത് ഹൈവേക്ക് അപ്പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന പ്രധാന സ്ഥലങ്ങളിൽ അടിപ്പാത നിർമ്മിക്കാൻ സന്ദീപ് ജി വരേണ്ടി വന്നു. അങ്ങനെയുള്ള രമേശ് ചെന്നിത്തല ഈ ഹരിപ്പാടിനെ ഒരു ശ്മശാനമാക്കി മാറ്റിയ ചെന്നിത്തല, പാവപ്പെട്ടവനെ പട്ടികടിച്ചാൽ തെരുവ് നായ്ക്കളെ ഒന്നീകരിക്കാൻ വേണ്ട നടപടിയെടുക്കാത്ത ABC പദ്ധതി പ്രകാരം ബ്ലോക്ക് തലത്തിൽ ഷെൽട്ടറുകൾ പണിയാൻ സാധിക്കാത്ത രമേശ് ചെന്നിത്തല, കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പിലാക്കിയ വൃത്തികെട്ട കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ കഴിയാതെ നിയമസഭയെ തലകുറിച്ചിരുന്ന രമേശ് ചെന്നിത്തല, ആ ചെന്നിത്തലയെ തോൽപ്പിക്കണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി അഭിമാന പുരസ്കരം നാടിന്റെ മുമ്പിലേക്ക് വാക്കുകളുടെ അധിപനായ ശ്രീ സന്ദീപ് വചസ്പതിയെ അവതരിപ്പിക്കുകയാണ്. ഇത് ഹരിപ്പാട്ടുകാർക്ക് സ്വന്തമായെന്ന് സന്ദീപ് ജി, ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞങ്ങൾ കൂടെ കൂട്ടുന്നുണ്ട്, ഞങ്ങൾ ഒപ്പമുണ്ട്. പക്ഷെ ഇന്ന് ഹരിപ്പാട്ടുകാർ നെഞ്ചിലേറ്റുകയാ. അദ്ദേഹത്തെ പ്രഖ്യാപിച്ച് അദ്ദേഹം ഇവിടേക്ക് വരുന്ന കാര്യം പറഞ്ഞ് ഉച്ചയ്ക്ക് 12:30 മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് 12:30 അദ്ദേഹം ഇവിടേക്ക് മത്സരിക്കാൻ വരുന്നു എന്ന് സുമേഷിനെയും മഹേഷിനെയും വിളിച്ച് സൂചിപ്പിക്കുക. അവരപ്പോൾ പറഞ്ഞ മറുപടി, ചേട്ടാ അതൊരു പ്രശ്നമല്ല, നമുക്ക് ഇന്ന് വൈകിട്ട് തന്നെ സ്വീകരണ യാത്ര നടത്തണം. ഒരാശങ്കയോടുകൂടി ഞങ്ങൾ ചോദിച്ചു, ഇന്ന് നടത്തണോ, അടുത്ത ദിവസം നടത്തിയാ പോരെ? പറ്റില്ല. സന്ദീപ് ജി ഇന്ന് വേലായുധന്റെ മണ്ണിലേക്ക് എത്തി വേലായുധനെ തൊഴുതുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കണം. അദ്ദേഹത്തിനുള്ള ഞങ്ങൾ കരുതി വെച്ചിരിക്കുകയാ, ഇന്ന് തന്നെ വരണമെന്ന് സൂചിപ്പിച്ചു. ഞാൻ കരുതിയില്ല നിങ്ങൾ ഇത്രയധികം വിജയപ്രദമാക്കുമെന്ന്. എത്ര ആളായിരുന്നു, എത്ര വാഹനമായിരുന്നു. ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഹരിപ്പാടിനെ
ഒരു തൈപ്പൂയക്കാലത്തെ ജനതാഹുല്യം പോലെ ഈ ഹരിപ്പാടിനെ ഇളക്കി മറിച്ച ആ റോഡ് ഷോ സമ്മാനിച്ച നിങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല സഹപ്രവർത്തകരെ. ഞാൻ മനസ്സു നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ്. നമുക്ക് മുമ്പിൽ ഒരേ ഒരു കാര്യം മാത്രമാണുള്ളത്. കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി വികസിത കേരളത്തിനായി, വികസിത ഹരിപ്പാടിനായി പ്രവർത്തിക്കുമ്പോ ഈ കേരളത്തില് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവാൻ വേണ്ടി പോവുകയാണ്. ആ അവിടേക്ക് പോകുമ്പോ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന കോടാനുകോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഈ കടലോര മേഖലയിലെ വാഗ്ദാനങ്ങളല്ലാതെ അവിടുത്തെ കടൽ ഭിത്തികൾ നിർമ്മിച്ചുകൊണ്ട് സാധാരണക്കാരനെ സംരക്ഷിക്കാൻ വേണ്ടി, ഇവിടെ കുടിവെള്ളം നൽകാൻ വേണ്ടി, ഈ ഹരിപ്പാടിന് സമഗ്രമായ വികസനത്തിലേക്ക് ഹരിപ്പാടിനെ എത്തിക്കാൻ വേണ്ടി നമുക്ക് സന്ദീപ് വനസ്പതിയെ ഇവിടേക്ക് സ്വീകരിക്കാം. ഈ സ്വീകരിച്ച് അദ്ദേഹം ഇന്ന് ഔപചാരികമായി ഒരു സ്ഥാനാർത്ഥി തന്നെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ ഇലക്ഷന്റെ കേന്ദ്ര ഓഫീസാണിത്. ബൂത്ത് പ്രസിഡന്റുമാർ, ബൂത്ത് ഇൻചാർജന്മാർ, ഇലക്ഷൻ കമ്മിറ്റി മാനേജിന്റെ ആൾക്കാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഏരിയ ജനറൽ സെക്രട്ടറിമാർ, പ്രഭാരിമാർ, ഫുൾ ടൈമർമാർ എല്ലാവരും ഇവിടേക്ക് എത്തണം, തിരികെ പോകണം. ഇവിടെ വന്ന് വെറുതെ ആരും ഇരിക്കണ്ട. നിങ്ങളുടെ പ്രവർത്തനം ബൂത്തിലാണ്, നമ്മുടെ പ്രവർത്തനം ബൂത്തിലാണ്. നമ്മളെ 60 ശക്തി കേന്ദ്രങ്ങളായി തിരിച്ചുരുക്കുകയാണ്. 60 ശക്തി കേന്ദ്രങ്ങളിൽ പകുതിയിലധികം ശക്തി കേന്ദ്രങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ഇനിയും ബാക്കിയുള്ള ഓഫീസുകൾ കൂടി ഇന്നും നാളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കണം. നമ്മുടെ പോസ്റ്ററുകൾ, 1ാം ഘട്ട 2 പോസ്റ്ററുകൾ ഇറങ്ങിക്കഴിഞ്ഞു. സോഷ്യൽ മീഡിയകളിൽ ഏറ്റവും അധികം ആൾക്കാർ എഴുതുന്നത് സന്ദീപ് ജിക്ക് വേണ്ടിയാണ്. അപ്പോൾ വീടുകളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കണം. ഈ ശനിയാഴ്ച മുതൽ എല്ലാ വീടുകളിലേക്കും, നമ്മുടെ ബൂത്തിലെ എല്ലാ വീടുകളിലേക്കും നമുക്ക് എത്താൻ വേണ്ടി സാധിക്കണം. നിരന്തരമായ സമ്പർക്കം, നിരന്തരമായ പ്രചരണ പരിപാടികൾ, ആ പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ ചോദിച്ച സന്ദീപ് ജിയെ തന്നുവെങ്കിൽ നമുക്ക് അദ്ദേഹത്തിനെ വിജയിപ്പിക്കണം. അതിനായി എന്റെ ബൂത്തിൽ ഞാൻ വിജയിക്കും, നമ്മൾ വിജയിക്കും, NDA വിജയിക്കുമെന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് മടങ്ങണം എന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിക്കുന്നതിനായി പാർട്ടിയുടെ ആരാധ്യനായ ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷനും മികച്ച എഴുത്തുകാരനും മികച്ച വാഗ്മിയും മാധ്യമ പ്രവർത്തകനും ഒക്കെയായിരുന്ന ശ്രീ സന്ദീപ് ജെ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ പോക്കറ്റിനുള്ളിലെ പേനയിലെ മഷിക്ക് കൊടുങ്കാറ്റിനേക്കാൾ ശക്തിയുണ്ട്. അദ്ദേഹം എഴുതുന്ന വരികൾ എതിരാളികളുടെ, രാഷ്ട്രീയ എതിരാളികളുടെ ഹൃദയത്തിലേക്ക് തരച്ചു കയറുന്ന അമ്പുകളായി, ശരങ്ങളായി പായിക്കാൻ കഴിവുള്ള, നാവിൻ തുമ്പിൽ നിന്ന് ചിതറി വീഴുന്ന അക്ഷരമുത്തുക്കൾ, അത് ഒരക്ഷര നദിയായി ഒഴുകാൻ ശേഷിയുള്ള ആ സന്ദീപ് വനസ്പതി അവർകളെ, വാക്കിന്റെ അധിപനെ വളരെ ആദരപൂർവം ഈ തിരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ്, ഈ യുദ്ധത്തിന്റെ, ഈ ധർമ്മയുദ്ധത്തിന്റെ കേന്ദ്രബിന്ദുവായി പ്രവർത്തിക്കുന്ന ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനായി ക്ഷണിക്കുകയാണ്. ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുമ്പോൾ 22 ദിവസം കഴിയുമ്പോൾ ഇതൊരു താൽക്കാലികമായ ഓഫീസാണെങ്കിൽ നമുക്ക് നമ്മുടെ MLA-യുടെ ഓഫീസ് 22 ദിവസം കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാകണം. അതിനായി അദ്ദേഹത്തെ വളരെ ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. വക്കീലിന്റെ 8 മണിക്ക് ഇന്ന് കണ്ടു വക്കീലിനെ രാവിലെ ഇല്ല. Okay, bye. Yes. जय जय बीजेपी, जय जय बीजेपी, जय जय
भारत माता, जय जय भारत माता, जय जय संदीप जी, जय जय संदीप जी, जय जय बीजेपी, जय जय बीजेपी। बोलो भारत माता की जय, बोलो बीजेपी की जय। बोलो നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു വെച്ചത് ഈ യോഗത്തിന്റെ ആദരണീയനായ അധ്യക്ഷൻ, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഇൻചാർജ് അഡ്വക്കേറ്റ് കെ അനൂപ്, മണ്ഡലം അധ്യക്ഷന്മാരായ പി സുമേഷ്, എം മഹേഷ്, BDJSന്റെ മണ്ഡലം അധ്യക്ഷൻ ശ്രീ മോഹനൻ, NPPയുടെ മണ്ഡലം അധ്യക്ഷൻ ശ്രീ സജിത്, അതോടൊപ്പം തന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് കർഷക മോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ പ്രണവും ശ്രീകുമാർ, പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ശ്രീ ഉണ്ണിത്തഞ്ചേട്ടൻ, എസ് വിശ്വനാഥ്, ശ്രീ ജെ ദിലീപ് കുമാർ, ജില്ലാ ഉപാധ്യക്ഷന്മാരായ ശ്രീ ദേവാനന്ദ്, ശ്രീ മോഹിനി, ശ്രീമതി ശാന്തകുമാരി, ശ്രീ ജില്ലാ സെക്രട്ടറി ശ്രീമതി ധന്യ, ഗ്രാമപഞ്ചായത്ത് നമ്മുടെ കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ഉല്ലാസൻ, അതോടൊപ്പം തന്നെ വേദിയിലുള്ള പാർട്ടിയുടെ ഈ മണ്ഡലത്തിന്റെ പ്രഭാരി സംസ്ഥാന കമ്മിറ്റി അംഗം പ്രിയപ്പെട്ട പാലമറ്റത്ത് വിജയകുമാർജി, സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീ ടി മുരളി, കാൻഡിഡേറ്റ് ഇൻചാർജും ജില്ലാ സെക്രട്ടറിയുമായ പ്രിയപ്പെട്ട KS വിനോദ്ജി അടക്കം നമ്മുടെ വേദിയിലും സദസ്സിലുമുള്ള എല്ലാ സഹപ്രവർത്തകർക്കും സാദര നമസ്കാരം. വലിയൊരു രാഷ്ട്രീയ പ്രസംഗത്തിന് ആവശ്യകത ഉണ്ടോ എന്ന് തോന്നുന്നില്ല. കാരണം ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരും പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരുമാണ്. ഹരിപ്പാടിന്റെ സാമൂഹിക സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം വളരെ കൃത്യമായി അറിയുന്ന നേതാക്കന്മാരാണ് ഇവിടെയുള്ളത്. വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെ അധ്യക്ഷന്മാര്, ജനറൽ സെക്രട്ടറിമാര്, പാർട്ടിയുടെ വിവിധ മോർച്ചകളുടെ ചുമതല വഹിക്കുന്നവരൊക്കെയാണ് ഇവിടെയുള്ളത്. സ്വാഭാവികമായും നമ്മുടെ മണ്ഡലത്തെ സംബന്ധിച്ച്, ഹരിപ്പാടിനെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് ഉള്ളവരാണ് നമ്മൾ എല്ലാവരും. ഇവിടെ അനുജി പറഞ്ഞതുപോലെ ഞാൻ ജനിച്ചു വളർന്നത് ഹരിപ്പാടാണെങ്കിലും, ക്ഷമിക്കണം, ചെങ്ങന്നൂരാണെങ്കിലും ഹരിപ്പാട് എന്നുള്ളത് എന്റെ അച്ഛന്റെ, ക്ഷമിക്കണം, അമ്മയുടെ അച്ഛന്റെ കുടുംബം നിൽക്കുന്ന സ്ഥലം കൂടിയാണ്. പള്ളിപ്പാട് ഗ്രാമപഞ്ചായത്തിൽ പലർക്കും അറിയുന്ന വീടുകളൊക്കെയാണ്. ചെമ്പകശ്ശേരി എന്നൊക്കെ പറയുന്ന, കളീക്കൽ എന്നൊക്കെ പറയുന്ന കുറെ വീടുകൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഹരിപ്പാട് എന്നുള്ളത് എനിക്ക് ഒരു ബന്ധവുമില്ലാത്ത ഒരു നാടല്ല. എന്റെ അമ്മയുടെ അച്ഛന്റെ നാടാണ് ഹരിപ്പാട് എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഹരിപ്പാടുകാരൻ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അത് അമ്മ വഴിക്കാണ് നമ്മുടെ ബന്ധുത്വമുള്ളത്. അപ്പൊ സ്വാഭാവികമായും എന്റെ അമ്മയുടെ തറവാട് എന്ന സ്ഥിതിക്ക് ഹരിപ്പാട് എന്റെ സ്വന്തം നാടാണ്. അതിന് ധാരാളം ബന്ധുക്കള് ചേപ്പാട്, ഹരിപ്പാട്, നമ്മുടെ
മുതുകുളം ഒക്കെ ഏവൂര് ഭാഗത്തൊക്കെ ധാരാളം ബന്ധുക്കൾ ഉള്ള ഏവൂര് കാര്യങ്ങളുമല്ല എങ്കിലും ആ പ്രദേശങ്ങളൊക്കെ ധാരാളം ബന്ധുക്കളുള്ള ഒരു ആള് കൂടിയാണ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നാടിനെ പറ്റി നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. എന്താകരുത്, എന്തായാലും ഈ നാട് ഇങ്ങനെ ആകരുത് എന്നത് സംബന്ധിച്ച് നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഈ മണ്ഡലത്തെ കഴിഞ്ഞ 25 വർഷം നിയമസഭയിൽ പ്രതിനിധീകരിച്ചത് ഏതെങ്കിലും ഒരു ചെറിയ നേതാവല്ല. കേരളത്തിൽ തന്നെ ഏറ്റവും തലപ്പൊക്കമുള്ള കോൺഗ്രസുകാരിൽ ഒരാള് 26-ാം വയസ്സ് മുതൽ ജനങ്ങളുടെ ഔദാര്യത്തിൽ ജീവിതം കരിപ്പിടിപ്പിച്ച ഒരാളാണ് ഇവിടുത്തെ ജനപ്രതിനിധി. 26-ാം വയസ്സിൽ തുടങ്ങിയതാണ് അദ്ദേഹം നേതാവാകുന്നത്.